ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു ഷാർപ്പ് കറക്ഷന് ശേഷം ഇന്ന് വീണ്ടും ഒരു തിരിച്ചുവരവിൻ്റെ ഒരു ചെറിയ സെഷനായിരുന്നു ഇന്ത്യൻ മാർക്കറ്റുകളിൽ കാണാനുണ്ടായിരുന്നത്. നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 102 പോയിൻറ്റ്സിൻ്റെ ഗെയിനോടുകൂടി 15,737-ലും, സെൻസെക്സിൽ ഏകദേശം 358 പോയിൻറ്റ്സിൻ്റെ ഗെയിനോടുകൂടി 52,300-ലും, ബാങ്ക് നിഫ്റ്റിയിൽ ഏകദേശം 330 പോയിൻറ്റ്സിൻ്റെ ഗെയിനോടുകൂടി 35,131-ലുമാണ് ഇന്ന് ക്ലോസ് ആയിട്ടുണ്ടായിരുന്നത്. സെക്ടർ വൈസ് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഓട്ടോ സെക്ടർ മാത്രമായിരുന്നു ഒരു ഡിക്ലൈനിൽ പോയിട്ടുണ്ടായിരുന്നത്. ബാക്കി എല്ലാ സെക്ടറിൽ നിന്ന് തന്നെ ഒരു ഗെയിനിങ് ഒരു പോസിറ്റീവ് മൂഡിലായിരുന്നു നിന്നത്. അതിൽ തന്നെ മീഡിയ, റിയാലിറ്റി, PSU ബാങ്ക് ഇവരായിരുന്നു ഏറ്റവും കൂടുതൽ ഗെയിൻ ഇന്ന് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ സ്റ്റോക്ക് വൈസ് നോക്കിക്കഴിഞ്ഞാൽ ബജാജ് ഫിനാൻസ്, ബജാജ് ഫിൻസർവ്, SBI, ഡിവിസ് ലാബ്, ഇൻഡുസിൻഡ് ബാങ്ക് ഇവരായിരുന്നു നിഫ്റ്റിയിലെ ടോപ്പ് പെർഫോമിംഗ് സ്റ്റോക്സ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. ബ്രോഡർ മാർക്കറ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും നല്ല റാലികളായിരുന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ റാലി നടന്നത് സ്മോൾ ക്യാപ്പിലായിരുന്നു, 1.7%. തുടർന്ന് മിഡ് ക്യാപ്പിൽ 1.6% റാലിയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇനി നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് ചെറിയൊരു ഗ്യാപ്പ് ഓപ്പണിംഗ് ആയിരുന്നു ഇന്ന് SGX നിഫ്റ്റിൻ്റെ ട്രെൻഡിനെയൊക്കെ ഫോളോ ചെയ്തുകൊണ്ട്. എന്നിരുന്നാലും അതിനുശേഷം ഒരു റേഞ്ച് ബൗണ്ടായിട്ടാണ് മാർക്കറ്റ് ഇന്ന് മുഴുവനായിട്ടും നിന്നിട്ടുണ്ടായിരുന്നത്. ഒരു ചെറിയൊരു ബുള്ളിഷ് ക്യാൻഡിൽ പോലത്തെ ഒരു ഫോർമേഷൻ ഇന്ന് നിഫ്റ്റിയിൽ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു റേഞ്ച് ബൗണ്ടഡ് അല്ലെങ്കിൽ ഒരു കൺസോളിഡേഷൻ്റെ ഒരു ഫേസിലേക്ക് പോകുന്നത് പോലെ തോന്നുന്നുണ്ട് ഈ ഒരു സമയത്ത്. നമുക്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു 15,780 ആ ഒരു റേഞ്ചിനൊക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 15,900, 16,000 വരെയുള്ള റാലികൾ പ്രതീക്ഷിക്കാം. നിഫ്റ്റിയിലൊരു ബിയറിഷ് ട്രെൻഡിൻ്റെ കൺഫർമേഷൻ നമുക്ക് ഇനിയുമില്ല. ഒരു കൺസോളിഡേഷനുള്ളൊരു സാധ്യതകളാണ് നിലനിൽക്കുന്നത്. ബിയറിഷ് ട്രെൻഡ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു വീക്ക്നെസ് മാർക്കറ്റിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ 15,500, 15,450 ഈ ഒരു റേഞ്ചിനെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയി കഴിഞ്ഞാൽ മാത്രം നമുക്കൊരു വീക്ക് സൈഡിലേക്കുള്ളൊരു അല്ലെങ്കിൽ ഒരു വീക്ക്നെസ്സിനുള്ളൊരു സാധ്യതകൾ പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെയൊന്നും നടക്കണമെങ്കിൽ 15,500 ഒരു റാലി പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഒരു 15,640 അതിനൊക്കെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയി കഴിഞ്ഞാൽ മാത്രം നമുക്ക് 15,500, 15,445 ആ റേഞ്ചിലേക്ക് പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും ഇപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ബിയറിഷിൻ്റെ ഒരു കൺഫർമേഷൻ ഇല്ല. ഒരു റേഞ്ച് ബൗണ്ടഡ് ഒരു കൺസോളിഡേഷൻ്റെ ഒരു സാധ്യതകളാണ് നിഫ്റ്റി നമുക്കിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അതേപോലെ തന്നെ ഇന്ന് നമുക്ക് US ഇൻഫ്ലേഷൻ്റെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ്റെ ഫിഗേഴ്സൊക്കെ ഇന്ന് പബ്ലിഷ് ആവാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു ഡാറ്റയും തീർച്ചയായിട്ടും ഒന്ന് ട്രാക്ക് ചെയ്യുക. ഇന്നത്തെ US മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഡാറ്റയാണ് അത്. ഇനി അടുത്തായിട്ട് ബാങ്ക് നിഫ്റ്റിൻ്റെ ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് ഒരു നല്ലൊരു റാലി ഒരു തിരിച്ചുവരവായിരുന്നു. നമ്മൾ കഴിഞ്ഞ ആ ഒരു റേഞ്ചിലേക്ക് ഇപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു റേഞ്ചിനുള്ളിലേക്കുള്ളൊരു തിരിച്ചുകയറ്റമാണ് ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ നടന്നത്. അപ്പോൾ ഇന്നലത്തെ ക്യാൻഡിലൊരു ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയിരുന്നുവെങ്കിലും വീണ്ടും തിരിച്ച് ആ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലേക്ക് മാർക്കറ്റിലൊരു കയറ്റമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ബാങ്ക് നിഫ്റ്റിയിൽ ഈ ഒരു ട്രെൻഡ് ഈ ഒരു 34,960 ആ ഒരു റേഞ്ചിൻ്റെ മുകളിലൊക്കെ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് ഏകദേശം 35,800, 827 വരെയുള്ള റാലികൾ നമുക്ക് വരും ദിവസങ്ങളിൽ ബാങ്ക് നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റേഞ്ചിനുള്ളിൽ ഒരു കൺസോളിഡേഷൻ ആയിരിക്കും ഇനി കൂടുതലായിട്ടും ബാങ്ക് നിഫ്റ്റിയിൽ നിലനിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ബാങ്ക് നിഫ്റ്റിയിലും ഒരു കൺസോളിഡേഷൻ്റെ സാധ്യതകളാണ് നമുക്ക് വരും ദിവസങ്ങളിൽ പ്രിൻറ്റ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 34,500 റേഞ്ചുകൾ ഒരു സപ്പോർട്ട് സോൺസ് ആയിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ ഇന്നത്തെ ഒരു ഗ്ലോബൽ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ US ഫീച്ചേഴ്സൊക്കെ ഇതൊരു മിക്സഡ് ആയിട്ടുള്ളൊരു ട്രേഡിങ്ങിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകളിലും ഒരു മിക്സഡ് ട്രെൻഡാണ് കാണാനുള്ളത്. ഏഷ്യൻ മാർക്കറ്റുകളിലും മിക്സഡ് ട്രെൻഡ് തുടരുന്നു. SGX നിഫ്റ്റി 16 പോയിൻറ്റ്സ് അപ്പിൽ ട്രേഡ് ആവുന്നു. ഇനി അതേപോലെ തന്നെ രൂപയുടെ മൂല്യത്തിൽ ഡോളറിന് അഗേൻസ്റ്റായിട്ട് വീണ്ടും ചെറിയൊരു ഇടിവാണ് ഉണ്ടായിട്ടുള്ളത്. 73.05 ട്രേഡ് എൻഡ് ആയിരിക്കുന്നത്. അപ്പോൾ RBI വീണ്ടും മോണിറ്ററി പോളിസിയൊക്കെ വീണ്ടും കടുപ്പിച്ചില്ലെങ്കിൽ അത് രൂപ ഇനിയും വീക്കാവാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ആർട്ടിക്കിളുകളൊക്കെ കാണാനുണ്ടായിരുന്നു ഇന്ന്. ഇനി അടുത്തായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്ന് 1,329 കോടിയുടെ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാഷ് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്ന് 575 കോടിയുടെ വിത്ഡ്രോവലാണ് ഉണ്ടായിരിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻ സപ്പോർട്ടീവായിട്ട് കാണുന്നുണ്ട് നമുക്ക്. എന്നിരുന്നാലും രൂപയും അതുപോലെ ഗ്ലോബൽ മാർക്കറ്റുകളും ഒരു മിക്സഡായിട്ടാണ് നിലനിൽക്കുന്നത്, അത്ര സപ്പോർട്ടീവായിട്ടല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സൈഡ് വേ റാലികൾ തുടരാനുള്ള സാധ്യതകളാണ് നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും രാവിലെ SGX നിഫ്റ്റി ഒന്ന് ട്രാക്ക് ചെയ്യുക ട്രെൻഡ്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഒരു ഓപ്പണിംഗ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് സ്റ്റോക്കുകളെ സംബന്ധിച്ചിടത്തോളം നോക്കാനുള്ളത് ട്രെൻഡ്. ഈ ഒരു സ്റ്റോക്കിൽ നല്ലൊരു പോസിറ്റീവ് ട്രെൻഡ് കാണുന്നുണ്ട്. ഒരു ബുള്ളിഷ് റാലികൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുണ്ട്. അപ്പോൾ ഒരു സ്വിങ്ങിനൊക്കെ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ ഇനിയും ഈ ഒരു സ്റ്റോക്കിൽ ഒരു ബുള്ളിഷായിട്ട് തന്നെയായിട്ട് നിലനിൽക്കുന്നത്. അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിലൊക്കെ ഒരു 882, 883 മുകളിൽ ഓപ്പണിംഗ് കിട്ടുകയാണെങ്കിൽ ഏകദേശം
940 വരെയുള്ള റാലികൾക്കുള്ള സാധ്യതകൾ നമുക്ക് ട്രെൻഡിൽ പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിനെ നിങ്ങളുടെ അനാലിസിസിലേക്ക് വെക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ അപ്പോളോ ടയർസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റോക്കിലും ഒരു ബുള്ളിഷ് മൂവുകളാണ് കാണാനുള്ളത്. കഴിഞ്ഞ ഒരു 2-3 ദിവസത്തെ ഒരു സൈഡ് വേക്ക് ശേഷം വീണ്ടും ഒരു ബുള്ളിഷ് ക്യാൻഡിൽ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു 242 മുകളിൽ ഒരു ഓപ്പണിംഗ് വരികയാണെങ്കിൽ വീണ്ടും നമുക്ക് 255 തുറന്ന് 260 ആ റേഞ്ചിലേക്കുള്ള റാലികൾ നമുക്ക് അപ്പോളോ ടയർസിലും പ്രതീക്ഷിക്കാം. ഇനി അതുപോലെ തന്നെ ബയോകോണിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ ഇതിനുമുമ്പ് ഇടയ്ക്കൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ചാർട്ട് ഒന്ന് ട്രാക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ വീണ്ടും ഒരു കഴിഞ്ഞ ദിവസത്തെ ഒരു ഇൻഡിസിറ്റീവ് ക്യാൻഡിലിന് ശേഷം വീണ്ടും നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിനെയും നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമുക്കൊരു 415-416 മുകളിൽ ഒരു ഓപ്പണിംഗ് വരികയാണെങ്കിൽ ബയോകോണിലും നമുക്കൊരു പോസിബിലിറ്റി നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ സിപ്ലൈൻ്റെ ചാർട്ടും നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. നമുക്ക് ഒരു ബ്രേക്ക് ഔട്ടുകൾ പോലെ കാണുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു ഇന്നത്തെ ഒരു ഹൈയിൽ നിന്ന് ഏകദേശം 975 മുകളിലേക്ക് വീണ്ടും ഒരു ഓപ്പണിംഗ് വന്നു കഴിഞ്ഞാൽ സിപ്ലൈയിൽ നമുക്ക് ഒരു പോസിബിലിറ്റി തന്നെ തുടരാനാണ് സാധ്യതകൾ കാണുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു 4 സ്റ്റോക്കുകൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അനാലിസിസിനായിട്ട് എടുക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. ഇനി അടുത്തായിട്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യം തന്നെ അയോൺ എക്സ്ചേഞ്ചിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏകദേശം 1000 കോടി വർത്ത് ചെയ്യുന്ന 2 ഓർഡറുകൾ വാട്ടർ ട്രീറ്റ്മെൻറ്റ് ബിസിനസ്സാണ്. അപ്പോൾ ആ ഒരു 1000 കോടി വർത്ത് ചെയ്യുന്ന 2 ഓർഡറുകൾ വിൻ ചെയ്തതായിട്ട് അവർ അറിയിച്ചിട്ടുണ്ട് ജൽ ജീവൻ മിഷൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ആ ഒരു ന്യൂസ് ഇവർക്ക് നല്ലൊരു പോസിറ്റീവായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നല്ലൊരു അപ് ട്രെൻഡിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഡീപ്പ് ഓവർബോട്ട് റീജിയനിലാണ് ഈ ഒരു സ്റ്റോക്ക് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഒരു കറക്ഷനിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഇനിയും കാണുന്നുണ്ട് ഈ ഒരു സ്റ്റോക്കിലേക്ക്. അപ്പോൾ ഒരു ഇൻഡിസിറ്റീവായിട്ടുള്ള നല്ലൊരു വോൾട്ടൈൽ ട്രേഡിംഗ് ആയിരുന്നു ഇന്ന്. അപ്പോൾ വീണ്ടും ഒരു കറക്ഷനൊരു സാധ്യതകൾ നമുക്ക് അയൺ എക്സ്ചേഞ്ചിൽ നിലനിൽക്കുന്നു. ഇനി അടുത്തായിട്ട് ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജാഗുർ ലാൻഡ് റോവർ അവരുടെ ജാഗുർ ലാൻഡ് റോവർ ഓട്ടോമൊബൈൽ ബിസിനസ്സിൽ ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവ്, ഈ വർഷം ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിലെ പ്രൊഡക്ഷനും അതുപോലെ തന്നെ സെയിൽസിൻ്റെയും വോളിയം അത് പ്രതീക്ഷിച്ച പോലെ എത്താൻ സാധ്യതയില്ല എന്നൊരു അനൗൺസ്മെൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതിനുള്ള കാരണം സെമി കണ്ടക്ടറിൻ്റെ ഷോർട്ടേജ്, ഗ്ലോബൽ ലെവലിൽ ഒരു സെമി കണ്ടക്ടറിൻ്റെ ഷോർട്ടേജ് നിലനിൽക്കുന്നത് കൊണ്ട് ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ അവരുടെ പ്രൊഡക്ഷൻ അവരുദ്ദേശിച്ച ലെവലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കത്തില്ല എന്നൊരു അനൗൺസ്മെൻറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് അവർക്കൊരു ചെറിയൊരു നെഗറ്റീവ് ന്യൂസായിട്ടാണ് നിലനിൽക്കുന്നത്. സ്റ്റോക്കിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡോജ് പോലത്തെ ഒരു പാറ്റേൺ ഫോം ചെയ്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഒരു ബ്രേക്ക് ഔട്ടുകൾ നടന്നിരുന്നുവെങ്കിലും നമുക്കതിൻ്റെ ഒരു കൺഫർമേഷൻ, ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ നിന്നൊരു കൺഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു 358 മുകളിലേക്ക് പോവുകയാണെങ്കിൽ ടാറ്റ മോട്ടോഴ്സിനെ വീണ്ടും ഒന്ന് കൺസിഡർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ JSW സ്റ്റീലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മെയ് മന്തിലെ ക്രൂഡ് സ്റ്റീൽ പ്രൊഡക്ഷൻ അത് 10% വർധനവ് ഉണ്ടായി എന്ന്, ഇയർ ഓൺ ഇയറിൽ 10% വർധനവ് ഉണ്ടായി 1.37 മെട്രിക് ടണ്ണിലേക്ക് ഉയർന്നിരിക്കുന്നു എന്നൊരു അപ്ഡേറ്റുകൾ വന്നിരിക്കുന്നു. അതുപോലെ തന്നെ കമ്പനിയുടെ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ അത് 91% എത്തിയിരിക്കുന്നു എന്നാണ് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഈ മെയ് മാസത്തിൽ ഓട്ടോമൊബൈൽ കമ്പനികളുടെ എല്ലാം തന്നെ ടോട്ടൽ സെയിൽസിൽ 55% ഡിക്ലൈൻ ഉണ്ടായി എന്ന് ഫെഡറേഷൻ ഓഫ് ഓട്ടോമൊബൈൽ ഡീലേഴ്സ് അസോസിയേഷൻ ഫാഡയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നു, ഒരു അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള കാരണങ്ങൾ പറഞ്ഞിരിക്കുന്നത് പ്രധാനമായിട്ടും ഒരു റീജിയണൽ വൈസ് ആയിട്ടുള്ള ലോക്ക്ഡൗണുകളാണ് ഈ ഒരു സെയിൽസിലൊക്കെ ഉള്ള ഒരു ഡിക്ലൈന് കാരണങ്ങളായിട്ട് ഇവർ കാണിച്ചിരിക്കുന്നത്. നോക്കിക്കഴിഞ്ഞാൽ 2 വീലർ സെയിൽസിൽ ഏകദേശം 53% ഡിക്ലൈൻ ഉണ്ടായിട്ടുണ്ട്. പാസഞ്ചർ വെഹിക്കിൾ സെയിൽസിൽ 59% ഡിക്ലൈനും അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ സെയിൽസിൽ 66% ഡിക്ലൈനുമാണ് കാണിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും ഇപ്പോൾ ഈ ഒരു ജൂൺ മാസം ഈ 1-ാം തീയതി മുതൽ 9-ാം തീയതി വരെ നോക്കിക്കഴിഞ്ഞാൽ ഈ സെയിൽസൊക്കെ വീണ്ടും ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കെട്ടിക്കിടന്ന ഡിമാൻഡുകളൊക്കെ, പെൻഡപ്പ് ഡിമാൻഡ്സൊക്കെ ഇപ്പോൾ ഈ ഒരു ജൂണിൽ വീണ്ടും ഒരു സെയിൽസിൽ ഒരു ഇമ്പാക്റ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. ഓട്ടോമൊബൈൽ സെക്ടറിൽ മാത്രമല്ല FMCG സെക്ടറിൽ നോക്കിക്കഴിഞ്ഞാലും അവിടെയും ഏകദേശം 32% ഡിക്ലൈനാണ് മന്ത് ഓൺ മന്തിൽ കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് മെയ് മാസത്തിൽ സെയിൽസിലുണ്ടായിരിക്കുന്നത് എന്നാണ്, ഏപ്രിൽ മാസത്തെ അപേക്ഷിച്ച് മെയ് മാസത്തിൽ ഉണ്ടായിരിക്കുന്നതെന്നാണ് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് Q4 റിസൾട്ടുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ മസാഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡർ ഇവരുടെ Q4 നോക്കിക്കഴിഞ്ഞാൽ 259 കോടിയുടെ നെറ്റ് പ്രോഫിറ്റ് കാണിച്ചിരിക്കുന്നു. കഴിഞ്ഞ വർഷം മാർച്ച് ക്വാർട്ടറിൽ അവർക്ക് 74 കോടിയായിരുന്നു നിലനിന്നത്. റവന്യൂവിൽ ഏകദേശം 5.9% വളർച്ച റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 1105 കോടി വരുമാനമായിട്ട് കാണിച്ചിരിക്കുന്നു. കഴിഞ്ഞ വർഷം മാർച്ച് ക്വാർട്ടറിൽ 1043 കോടിയായിരുന്നു നിലനിന്നത്. സ്റ്റോക്കിൽ നിന്നൊരു വോളറ്റൈലായിട്ടുള്ളൊരു ട്രേഡിംഗ് ആണ് കാണാനുള്ളത്. നമുക്കൊരു ബുള്ളിഷ് കൺഫർമേഷൻ ഇല്ല, ഒരു ഷൂട്ടിംഗ് സ്റ്റാർ പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷനാണ് നിലനിൽക്കുന്നത്.
ഇനി അടുത്തായിട്ട് സെറ സാനിറ്ററി വെയറിൻ്റെ Q4ലേക്ക് വരുമ്പോൾ ഏകദേശം 23% വളർച്ച അവരുടെ Q4ൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 45 കോടി നെറ്റ് പ്രോഫിറ്റായിട്ട് കാണിച്ചിരിക്കുന്നു. കഴിഞ്ഞ വർഷം അവർക്ക് മാർച്ച് ക്വാർട്ടറിൽ 37 കോടിയായിരുന്നു നിലനിന്നത്. അതുപോലെ തന്നെ റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും 47% വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. 438 കോടി റവന്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നു. കഴിഞ്ഞ മാർച്ച് ക്വാർട്ടറിൽ അവർക്ക് 297 കോടിയായിരുന്നു നിലനിന്നത്. ഇത് സിമിലർ ആയിട്ടുള്ളൊരു ചാർട്ട് പാറ്റേൺ തന്നെയാണ് ഇവർക്കും കാണാനുള്ളത്. ഒരു കൺഫർമേഷൻ തരുന്ന രീതിയിലുള്ളൊരു പാറ്റേൺ, ഒരു വോൾട്ടൈൽ ട്രേഡിംഗ് ആയിരുന്നുവെങ്കിലും നമുക്കൊരു ബുള്ളിഷ് ട്രെൻഡിലുള്ളൊരു കൺഫർമേഷൻ അടുത്തൊരു കൺഫർമേഷൻ നമുക്കിതുവരെ ചെറയിൽ കാണുന്നില്ല. ഇനി അടുത്തായിട്ട് ബാറ്റ ഇന്ത്യൻ്റെ Q4ലേക്ക് വരുമ്പോൾ 23% ഡിക്ലൈനാണ് നെറ്റ് പ്രോഫിറ്റിലുണ്ടായിരിക്കുന്നത്. 29 കോടി നെറ്റ് പ്രോഫിറ്റായിട്ട് കാണിച്ചിരിക്കുന്നു. കഴിഞ്ഞ വർഷം അവർക്ക് 38 കോടിയുടെ നെറ്റ് പ്രോഫിറ്റായിരുന്നു നിലനിന്നത്. അതുപോലെ തന്നെ റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ 4.9% ഡിക്ലൈൻ ഉണ്ടായിരിക്കുന്നു. 589 കോടി റവന്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നു. കഴിഞ്ഞ വർഷം മാർച്ച് ക്വാർട്ടറിൽ 620 കോടിയായിരുന്നു റവന്യൂ ആയിട്ട് നിന്നത്. ഇനി അതുപോലെ തന്നെ ടാറ്റ ഡിജിറ്റൽ അവർ 1mgയിൽ ഒരു മജോറിറ്റി സ്റ്റേക്ക് അക്വയർ ചെയ്യാൻ പോകുന്നു എന്നൊരു അപ്ഡേറ്റുകൾ അവരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. 1mg എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ ഹെൽത്ത് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു കമ്പനിയാണ്. അപ്പോൾ അതിലൊരു മജോറിറ്റി സ്റ്റേക്ക് ഇവർ അക്വയർ ചെയ്യാൻ പോകുന്നു എന്ന അപ്ഡേറ്റുകൾ കാണിച്ചിരിക്കുന്നു. ഇനി അതുപോലെ തന്നെ IRB ഇൻഫ്രയെ സംബന്ധിച്ചിടത്തോളം HDFC മ്യൂച്വൽ ഫണ്ട് ഏകദേശം 1% മുകളിൽ സ്റ്റേക്ക് ഇന്ന് ഓപ്പൺ മാർക്കറ്റ് ട്രാൻസാക്ഷൻ വഴിയായിട്ട് അക്വയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ന്യൂസിനെ തുടർന്നാണ് ഇന്ന് ഈ ഒരു സ്റ്റോക്ക് നല്ലൊരു ബുള്ളിഷ് ട്രെൻഡുകൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഓവർബോട്ട് റീജിയനിലാണ് ഈ ഒരു സ്റ്റോക്ക് നിലനിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു കറക്ഷൻ പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും നമുക്ക് ഇനി ഒരു നല്ലൊരു എൻട്രികൾ 145 മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നിലനിൽക്കുന്നുള്ളൂ. ഇനി അതുപോലെ തന്നെ അദാനി ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യൂസ് അപ്ഡേറ്റുകൾ ഇന്ന് ആർട്ടിക്കിൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എയർപോർട്ട് ബിസിനസ് അതൊരു സെപ്പറേറ്റ് ബിസിനസ്സായിട്ട് സെപ്പറേറ്റ് കമ്പനിയായിട്ട് മാറ്റാൻ കമ്പനി പ്ലാൻ ചെയ്യുന്നു. അദാനി ഗ്രൂപ്പിൽ നിന്നും അദാനി എൻ്റർപ്രൈസസിൽ നിന്നും എയർപോർട്ട് ബിസിനസ്സിന് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റിയായിട്ട് മാറ്റാൻ കമ്പനി പ്ലാൻ ചെയ്യുന്നു എന്നൊരു ആർട്ടിക്കിളുകൾ ഇന്ന് എക്കോണമിക് ടൈംസിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു IPO ലോഞ്ച് ചെയ്യാനും സാധ്യതയുണ്ടെന്നാണ് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വാർത്തകൾ നമുക്ക് ഒരുപക്ഷെ കൂടുതൽ വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഈ ഒരു ന്യൂസുകളും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ട്രാക്കിങ്ങിനായിട്ട് വിട്ടുതരുന്നു. തീർച്ചയായിട്ടും ഈ ഒരു ഡാറ്റകളൊക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അനാലിസിസ് നടത്തുക. അതുപോലെ പറഞ്ഞ സ്റ്റോക്കുകളും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അനാലിസിസ് നടത്തുക. പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഇസ് ടോണി സൈനിങ് ഓഫ്.